2-3 ആഴ്ചകളിൽ വൈറ്റംബർല TV യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകമൊരുക്കുന്ന 1-2 എപ്പിസോഡുകൾ ഇന്ന് മലയാള സിനിമയാകെ ചർച്ച ചെയ്യപ്പെടുന്ന, സോഷ്യൽ മീഡിയകളാകെ ചർച്ച ചെയ്യപ്പെടുന്ന, സിനിമയുടെ അത്യുന്നതങ്ങളിൽ നിന്ന് കലാകാരന്മാർക്ക് നാടകത്തിൻ്റെയും നൃത്തത്തിൻ്റെയും കഥാപ്രസംഗത്തിൻ്റെയും എല്ലാ സകല മേഖലകളിലെയും ഉന്നതികളിൽ നിന്ന പലരുടെയും ജീവിതത്തിൻ്റെ സായം സന്ധ്യകളിൽ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കണ്ട് ആഘോഷിച്ച ആഘോഷങ്ങളുടെ ഘോഷയാത്രയല്ലാതെ ദുരന്തങ്ങളുടെ ഘോഷയാത്രകൾ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ അവസാനം നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് ശ്രീ മോഹൻ ശർമ്മ എന്ന ഒരു വലിയ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ്. വളരെ ദയനീയമായിട്ടാണ് നമ്മളത് കാണുന്നത്. കാരണം ഒരു കാലത്ത് ഏകദേശം ഒരു 25 വർഷങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സിനിമയിൽ, തെന്നിന്ത്യൻ സിനിമയിൽ ഒത്തിരി മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഇണജോഡികളെന്ന് പറയുന്ന നമുക്ക് മോഹൻ ലക്ഷ്മി എന്ന താര ജോഡികൾ അത് കഴിഞ്ഞൊരു കാലത്ത് ഭാര്യ ഭർത്താക്കന്മാരായി മാറുകയും കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ അത് രണ്ടായി പിരിയുകയും വീണ്ടും സിനിമാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സംവിധായകനായും നടനായും നിർമ്മാതാവായും ഒക്കെ വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിച്ച നല്ല മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആ നല്ല മനുഷ്യൻ എന്ന പ്രയോഗം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം, സായന്തരങ്ങളിൽ മിന്നും താരങ്ങൾക്കുണ്ടാകുന്ന ഈ സാഹചര്യം ഇതിനു മുമ്പും നമുക്ക് വേണ്ടപ്പെട്ട പല വ്യക്തികളിലും നമ്മൾ കണ്ടതാണ്. ഉദാഹരണത്തിന് TP മാധവൻ എന്ന ഒരു വലിയ നടൻ, താരസംഘടനയുടെ തന്നെ ആദ്യത്തെ നേതൃത്വത്തിലുണ്ടായിരുന്ന, വളരെ കാലം അതിൻ്റെ ഭാരവാഹിത്വം വഹിച്ച ആ മനുഷ്യൻ അവസാനം പത്തനാപുരത്തൊരു അനാഥാലയത്തിൽ ആരാരുമില്ലാതെ എത്തപ്പെടുകയും തനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് താൻ വിശ്വസിച്ചവരെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹപ്പെട്ടിട്ട് കാണാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്ത ഒരു കഥ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ മലയാള സ്ത്രീ മനസ്സുകളുടെയും പ്രേക്ഷകരുടെയും മനസ്സിൽ ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്ന ശ്രീവിദ്യാമ്മ, അവരുടെയും അവസാന കാലം വിശ്വസിച്ചവർ അതാരോ ആയിക്കോട്ടെ, സ്വന്തക്കാരായാലും ബന്ധുക്കളായാലും സംഘടനാ നേതാക്കളായാലും അല്ല രാഷ്ട്രീയ നേതാക്കളായാലും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം അവരെയൊക്കെ വളരെയേറെ കഷ്ടപ്പെടുത്തുകയും മരണമൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം ഉണ്ടാവുകയൊക്കെ ചെയ്തത് നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഇതിന് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു മുടിചൂട മഞ്ഞയായി തിളങ്ങിയ സാവിത്രി എന്ന താരം 46-ാമത്തെ വയസ്സിൽ തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാ ഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് വളരെ ദയനീയമായൊരവസ്ഥയിലേക്ക് മരണത്തിലേക്ക് ചെന്നെത്തപ്പെട്ടു. അതിനെ വെച്ചൊരു സിനിമ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു. കീർത്തി സുരേഷിന് നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത മഹാനടി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അങ്ങനെ താരങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് താങ്കൾ കോടികളും ലക്ഷങ്ങളും വാങ്ങി സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പറന്ന് യാത്ര ചെയ്ത് നടക്കുന്ന സമയങ്ങൾ തങ്ങൾക്കുണ്ടാകുന്ന സമ്പാദ്യം ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മറ്റുള്ള സ്നേഹിതർക്കും ഒക്കെയാണോ ഇവർ വീതിച്ചു കൊടുത്തിട്ട് അവസാന നിമിഷം അവരെ പുറന്തള്ളപ്പെടുകയും ഒരു മരുന്നിനോ ഭക്ഷണത്തിനോ ഒരു കൈത്താങ്ങിനോ ഒന്ന് അന്തി ഉറങ്ങാനോ ഒരു സ്ഥലമില്ലാതെ അനാഥാലയങ്ങളിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഇപ്പം നമ്മൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു വിശകലനമാണ് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നത്. കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. ഓ, കേട്ടിരിക്കണു. തമ്പുരാട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ തിരുമനസ് വലിയ ആഹ്ലാദത്തിലാ. ഇന്ന് വേറെ ആർക്കും മുഖം കാണിക്കാൻ പോലും അനുവാദമില്ല. വന്നാട്ടെ.